ഏജനറ്റ് ന്യൂസിൽ നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരട്ടയിൽ നിന്ന് ഉള്ള ഒരു ദൃശ്യമാണ്. തൃശ്ശൂർ നിന്നുള്ള ഒരു അമ്മച്ചി, ശാന്തമ്മ എന്നാണ് അമ്മച്ചിയുടെ പേര്. അമ്മച്ചി ഇവിടെ ഈ ടൗണ് വന്ന് ഒരു 4-5 ദിവസം ഇവിടെ താമസിച്ച് ടൗൺ മൊത്തം വൃത്തിയാക്കി ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, മെമ്പറും അതോടൊപ്പം തന്നെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. മെമ്പറെ, ഇതൊരു വേറിട്ട ഒരു അനുഭവമാണ് നമ്മൾ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം. ഈ അമ്മച്ചി എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ടോ? അമ്മച്ചിയെ ഞാൻ പരിചയപ്പെട്ടിട്ടൊരു 3 വർഷമായി. ഇപ്പോൾ പേരട്ടയിൽ ഒരു സുപ്രഭാതത്തിൽ രാവിലെ നോക്കുമ്പോൾ ഒരു അമ്മച്ചി ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അമ്മച്ചിയെ പരിചയപ്പെട്ടപ്പോൾ ശാന്തേച്ചി എന്ന പേരെന്ന് പറഞ്ഞു. തുടർച്ചയായിട്ട് 3 വർഷം അമ്മച്ചി ഇവിടെ വന്ന് പേരട്ട ടൗണ് ഏറ്റവും മനോഹരമായി, അതായത് അതിൻ്റെ ആ പണിയുടെ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്താണ്. ഏറ്റവും നല്ല മനോഹരമായി ടൗണിൻ്റെ എല്ലാ പ്രദേശവും വൃത്തിയാക്കി. അതോടൊപ്പം തന്നെ ആരെങ്കിലും കൂടുതൽ പൈസ കൊടുത്താൽ അമ്മച്ചി അത് മേടിക്കാൻ സ്വീകാര്യതയില്ല. ഒരു 20 രൂപ നോക്കും. ഇപ്പോൾ ഞാൻ തന്നെ 2-3 വട്ടം പൈസ കൊടുത്തപ്പോൾ ഇപ്പോൾ കൊടുത്തപ്പോൾ പറഞ്ഞു മെമ്പർ 3-4 വട്ടം തന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞ് നിങ്ങൾക്കൊന്നും വലിയ വരുമാനമില്ലാത്ത ആളുകളല്ലേ എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളൊന്നും പൈസ അധികം തരണ്ട. അപ്പം ഈ നാട്ടിലെ എല്ലാവരും സമസ്ത ആളുകളും അമ്മച്ചീനെ പൂർണ്ണമായി സ്വീകരിച്ച് എല്ലാ സപ്പോർട്ടും കൂടി അമ്മച്ചിക്ക് താമസിക്കാനുള്ള സൗകര്യം, ഭക്ഷണം എല്ലാം കൊടുത്ത് ഇവിടുത്തെ കച്ചവടക്കാർ, നാട്ടുകാർ, ഓട്ടോക്കാരെല്ലാം എന്തായാലും ഇത് വളരെ മാതൃകാപരമാണ്. അമ്മച്ചിയെക്കുറിച്ച് പഠിക്കുമ്പം അമ്മച്ചി വീടുകളിലൊക്കെ നിന്ന് കൂലി കിട്ടാതെ വന്ന സാഹചര്യത്തിലാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. വീടുകളിൽ മറ്റാരും ഇല്ല അമ്മച്ചിക്ക്. പിന്നെ അമ്മച്ചി തൃശ്ശൂർ പട്ടിക്കാട്ടിൽ ആണ് താമസം. മറ്റാരും ഇല്ലാതെ നാടിനു വേണ്ടി സേവനം ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് അമ്മച്ചിക്ക് ഈ വാർത്തയൊക്കെ മുമ്പോട്ട് പോയി അമ്മച്ചിനെ ദേശീയ തലത്തിലൊക്കെ അംഗീകരിക്കേണ്ട ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ്. അമ്മച്ചിക്ക് ഈശ്വരൻ ദീർഘായുസ്സ് നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അമ്മച്ചി ഇന്ന് പോവും, 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അമ്മച്ചി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു മാതൃകാപരമായ പ്രവർത്തനം, നാട്ടിൽ ആരും ചെയ്യാത്ത നമ്മളിപ്പോൾ ഒരു വേസ്റ്റിൻ്റെ അകത്തൊക്കെ ഇച്ചിരി കാര്യങ്ങളുണ്ട്, അത് എടുക്കണമെന്ന് പറഞ്ഞാൽ അമ്മച്ചി അത് കറക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ അമ്മച്ചിക്ക് നല്ല മാതൃകാപരമായ പ്രവർത്തനത്തിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ പേരട്ട നാട് പൂർണ്ണമായും തിരഞ്ഞെടുത്ത് അമ്മച്ചി ഇവിടെ വന്നു കാര്യങ്ങൾ ചെയ്യുന്നത് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അമ്മച്ചി, എന്താണ് ഈ നാടിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഇവിടെയൊക്കെ വൃത്തിയായി. ഇപ്പം ഇനി നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ പോകും. നാട്ടുകാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇവിടുത്തെ അതൊന്നുമില്ല, എനിക്ക് എല്ലാവരും പൈസയൊക്കെ തന്നു. സന്തോഷം. എല്ലാവരും തന്നു. വീട്ടിലാരൊക്കെയുണ്ട്? 2 നാത്തുമാരും 1 ആങ്ങളയും മാത്രമേ ഉള്ളൂ. അമ്മയും അച്ഛനും ഇല്ല. തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ ഇറങ്ങിയിട്ട് കുറച്ച് ബസ്സിന് പോകണം. പീച്ചി ഡാമു പട്ടിക്കാട്. പട്ടിക്കാടാണ് തൃശ്ശൂരിന് പാലക്കാട്ടേക്കുള്ള ഇവരൊക്കെ അറിയും, മണ്ണുത്തി വഴിക്കേ പട്ടിക്കാട്, പീച്ചി ഡാമു. പിന്നെ അമ്മച്ചി ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തി ഇങ്ങനെ തുടങ്ങാനുള്ള കാരണം എന്താ? ആദ്യം ഞാൻ വീട്ടുകളിലൊന്ന് പണിക്ക് പോയായിരുന്നു. പേരകളിൽ പണിയെടുത്ത് നടന്ന് മോട്ടത്ത് ഗതി കേട്ട് കൂലി കിട്ടാണ്ടായിട്ട് ഞാൻ പണി നിർത്തിയതാണ്. എന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ പോയി തുടങ്ങിയത്. വൈകുന്നേരം വരെ തൊടുവും കാടൊക്കെ നന്നാക്കി 50-100 തരുള്ളൂ. ഇവരിന്നലെ 250 ഉറുപ്പ്യ തന്നു ഹോട്ടലിന്റെ ബേക്ക്. രാവിലെ തൊട്ട് 2 മണിയായി പണി കഴിഞ്ഞിട്ട് 250 ഉറുപ്പ്യ ചോറും ചെലവൊക്കെ തന്നു. അമ്മച്ചി ഇവിടെ പേരട്ട ടൗണിലെത്തിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഇവിടെ ഞാനിപ്പോ ഒരു 5-6 ദിവസമായി. കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയത് പണി എല്ലായിടത്തും കഴിഞ്ഞു. ഇതിനു മുമ്പ് എവിടെ ചെയ്തേ? പിന്നെ ഞാൻ നാട്ടിൽ പോയൊക്കെ വന്ന് പിന്നെ ഓരോരോ സ്ഥലത്ത് തലപ്പുഴ, മാനന്തവാടി ആ ഭാഗത്തൊക്കെ പാലത്ത്. അമ്മച്ചിക്ക് എന്നെ ഓർമ്മയുണ്ട്, ഞാൻ ഉളിക്കലുള്ളപ്പോൾ 2 വർഷം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ ഓമനേച്ചിയുടെ വീട്ടിൽ നിന്ന് രാത്രി. ഇപ്പൊ അതില്ലെന്ന് പറയുന്നുണ്ട്. ചായ കുടിച്ചോ? ചായ കുടിച്ചു. ഞാൻ ബസ് സ്റ്റാൻഡിന് അവിടെ 2-3 പീടികളും അവിടെയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ നാട്ടിലെ പണിയൊക്കെ കഴിഞ്ഞു തീർന്നു. ഇപ്പോൾ പേരട്ട ടൗൺ മൊത്തം വൃത്തിയായി. എന്താ പറയുക, പഞ്ചായത്ത് മെമ്പറിന്റെ വീട്ടിൽ ഇനി ഓണൊക്കെ ഒന്ന് കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അവര് വീട്ടിൽ പോയിട്ട് വല്ല പണിയൊക്കെ എടുത്തു കൊടുക്കാം. പഞ്ചായത്ത് മെമ്പർ അല്ലേ? അമ്മച്ചി എവിടെയായിരുന്നു താമസം? ഇവിടെ എവിടെയായിരുന്നു കിടന്നു? ഇവിടെ ഈ പച്ചക്കറി വിൽക്കുന്ന കടയിൽ ചേട്ടാ, ബേക്കറി കട ലാസ്റ്റ് തിരിഞ്ഞോട്ടേ കോടി കയറുന്നുണ്ട്. അതിന്റെ അപ്പുറത്തെ റൂമിൽ അവിടെ കിടന്നോളാം പറഞ്ഞു. റൂമൊക്കെ തന്നു. അവിടെ റൂമുണ്ട്, കട്ടില് ഇതൊക്കെ ഉണ്ട്. ഇവരവിടെ 2 ദിവസം നിന്നു. മെമ്പർ വീട്ടിൽ 2 ദിവസം നിന്നു. ഇങ്ങനെ വൃത്തിയിൽ ആരും ചെയ്യില്ലല്ലോ, എത്ര കൊടുത്താലും. ഇല്ല, അത് കണ്ടിട്ടാണ് ഇപ്പൊ ഏജന്റ് ന്യൂസ് ഇവിടെ വന്നത്. അമ്മച്ചി ഇനി എങ്ങോട്ടാണ് ഇത്? പേരട്ട കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവാ? കഴിഞ്ഞിട്ട് ഇവിടെ വടകര വട്ടോളിയില് അവിടെ 3-4 ദിവസം പണിയെടുത്തു. ഞാൻ മിഷീൻ അടിക്കുന്ന പണങ്ങളൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വടകര വട്ടോളി, വടകരയ്ക്ക് പുറത്ത് തൊട്ടിൽപ്പാലം കഴിഞ്ഞിട്ട് വട്ടോളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇപ്പോൾ ഹരിതകർമ്മ സേനയായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനം നടത്തുന്ന ഒരാളായി തന്നെ നമുക്ക് ശാന്തമ്മയെ കാണാം. ഇപ്പോൾ നാട്ടുകാരോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താ മാഷ പറയാനുള്ളത് ഈ ഒരു നല്ലൊരു പ്രവൃത്തിയെക്കുറിച്ച്? ഈ ഒരു അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3 കൊല്ലമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഈ ടൗണിൽ വരികയും
ഓരോ ചെറിയ ഈർക്കിൽ കമ്പ് പോലും എടുത്തു മാറ്റുന്ന ഒരു അമ്മച്ചി. അതായത് അത്രയും നമ്മുടെയൊക്കെ നാട് അത്രയും ക്ലീൻ ആയിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി എല്ലാവരോടും നല്ല മനസ്സോടുകൂടി ഒരു ഭാഗം മാത്രമല്ല എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നോക്കി കണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു. ഈ അമ്മച്ചിക്ക് നമ്മളൊരു പൈസ കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് ഒരിക്കലും അത് കുറവാണ് എന്നല്ല പറയുന്നത്. ഇത് ഒത്തിരി പൈസയാണ് തരുന്നത്. ഒരു 50 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മേടിക്കുന്നില്ല. മറിച്ച് അമ്മച്ചി അത് 20 രൂപ മതി. അമ്മച്ചിയുടെ ആ ജോലിക്കുള്ളത് 20 രൂപയാണ്, അത് മതി എന്നാണ് അമ്മച്ചി പറയുന്നത്. നമ്മൾ ഒത്തിരി നിർബന്ധിച്ചാൽ മാത്രമേ കുറച്ച് 20 രൂപയിൽ കൂടുതലായിട്ട് മേടിക്കുകയുള്ളൂ. അതോടൊപ്പം അമ്മച്ചി ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ആ ചായ കുടിക്കുന്നതിൻ്റെ പൈസ കൃത്യമായിട്ട് അവിടെ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിച്ചാൽ ആ ബിസ്ക്കറ്റിൻ്റെ പൈസ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നിർബന്ധിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ സ്വച്ഛ ഭാരത് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുന്ന ഈ ഒരു അമ്മച്ചിയാണ്. ഈ ഒരു അമ്മച്ചിക്ക് ഈ അവസരത്തിൽ എല്ലാവരും നന്ദിയും അഭിനന്ദനങ്ങളും നേരുകയാണ്. ഈ അമ്മച്ചി ഞാനിവിടെ വന്ന് ഒരു 3-4 വർഷമായി കാണുന്ന അമ്മച്ചിയാണ്. അമ്മച്ചി അന്ന് മുതൽ നാടിൻ്റെ എല്ലാ അഴുക്കുകളെല്ലാം എടുത്ത് വൃത്തിയാക്കി നല്ല നിലയിൽ ഈ നാടിനെ സേവിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ജഗദീശ്വരൻ സർവ്വവിധ ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള, ഞാനിപ്പം കുറേ വർഷമായിട്ട് ഇവരെ കാണുന്നുണ്ട്. ആദ്യം ഇങ്ങനെ കണ്ടു, പിന്നെ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. പല രീതിയിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നതാണല്ലോ. പക്ഷേ ഇവർ വന്നിട്ട് ഷോപ്പുകളെല്ലാം വൃത്തിയാക്കുന്നു, ടൗണെല്ലാം ഈ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ. അതായത് സാധാരണ ഇപ്പോൾ ഒരു ശുചീകരണ തൊഴിലാളി വരെ എടുക്കാൻ അറയ്ക്കുന്ന സാധനങ്ങൾ വരെ ഈ അമ്മച്ചി എടുത്ത് ഈ നമ്മുടെ നാട് വളരെ ഭംഗിയായിട്ട് വൃത്തിയാക്കുന്നുണ്ട്. കാരണം ഇവരെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും ആദരിച്ചാലും നമുക്ക് എന്നും പറയാൻ നമുക്ക് വാക്കുകളില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ്. ഇപ്പം തന്നെ ഞാനൊരു 200 രൂപ ഇവർക്ക് കൊടുത്തു. എനിക്കറിയാം ഇവർ മേടിക്കില്ല എന്നറിയാം. എന്നിട്ട് തന്നെ എനിക്ക് അതിനകത്ത് പൈസ തിരിച്ചു തരിക. കാരണം എനിക്ക് നേരത്തെ അനുഭവമുണ്ട്. 500 കൊടുത്താലും ഇവർ മേടിക്കില്ല. അവർക്ക് 20 രൂപ അല്ലെങ്കിൽ 30 രൂപ, മാക്സിമം 50 രൂപ. എന്നിട്ട് എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഓണത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ എല്ലാം വൃത്തിയാക്കി തരാം. എനിക്കിത് മേടിക്കുമ്പോൾ എന്തോ പോലെയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നല്ലേ തരുന്നത്. അത്ര നല്ലൊരു മനസ്സുള്ള ഒരാളൊന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കിട്ടില്ല. എത്രയോ കോടിക്കണക്കിന് ജനങ്ങളിൽ ഒരാളായിട്ട് ഈ അമ്മച്ചിനെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അത്ര നല്ലൊരു ഇതാണ്. കാരണം ആരോടും ഒരു പ്രതിഫലം പോലും പ്രതീക്ഷിക്കാതാണ് ഇവർ ഇത് ചെയ്യുന്നത്. അങ്ങനത്തെ മനസ്സുള്ള ആൾക്കാർ ഇപ്പോൾ എവിടെയുള്ളൂ? ഒന്നുമില്ല. എല്ലാവരും ഇപ്പോൾ ഞാൻ പറയും, ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ മറ്റേ ശുചീകരണങ്ങളെല്ലാം വരുന്നവരും ഈ രീതിയിലൊന്നും വൃത്തിയാക്കില്ല. അതാണിപ്പം നമ്മളൊക്കെ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് അവർ വന്നിട്ട് വൃത്തിയാക്കുന്നത്. അങ്ങനത്തെ ആർക്കുള്ള ആ മനസ്സൊന്നും ഇല്ല, പലർക്കും ഇല്ല. കൂലി കൊടുത്താലും ചെയ്യാത്ത ആ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ അമ്മച്ചി ഇത്രയും മനോഹരമായിട്ട്. ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നതല്ലേ, ഇവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ദിവസം അതെല്ലാം അവരിങ്ങനെ ചെയ്യാണ്. അത് അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി എന്നുള്ള. പക്ഷേ ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കേണ്ടത്, ആദരിക്കേണ്ടതുമല്ല. ഇതൊക്കെ സർക്കാർ ഇടപെട്ട് അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അർഹതപ്പെട്ട കൈകളിൽ എത്തണമല്ലോ, ആ രീതിയിലോട്ട് എത്തണം എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു ആഗ്രഹം. ഇവരെയൊക്കെ സംരക്ഷിക്കുക. കാരണം ഇവരിപ്പോൾ എവിടെയോ ഒരു കടത്തിന്മേലൊക്കെയാണ് കിടക്കുന്നത്. അവർക്കൊക്കെ താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ ഉള്ള അതുപോലെ വസ്ത്രം, അതേപോലത്തെ സംവിധാനങ്ങളൊക്കെ നമ്മളൊക്കെ തന്നെയാണ് ഒരുക്കി കൊടുക്കുന്നത്. അതിന് വേണ്ടുന്ന രീതിയിലുള്ള സർക്കാർ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതുപോലെ പഞ്ചായത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ എനിക്കുണ്ട്. നാടിന് നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട്. പൈസ കൊടുത്താലും 10 രൂപയോ 15 രൂപയോ വാങ്ങും, അതിൽ കൂടുതലൊന്നും വാങ്ങൂല. നല്ലൊരു കാര്യം നാടിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഉപകാരം. ഞാൻ സ്കൂളിൽ പാചകം ചെയ്യുന്ന ആളാണ്, എന്നും കാണുന്ന ആളാണ്. 5 ദിവസമായി പേരട്ടയിൽ വന്നിട്ട് നല്ലൊരു ഉപകാരം ആയി. ടൗണെല്ലാം നല്ല വൃത്തിയായി സുന്ദരമാക്കി. നമുക്ക് സന്തോഷം. ശാന്തമ്മയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ബിഗ് സല്യൂട്ട്. ഈ ചേച്ചി എല്ലാ ദിവസവും ഇല്ലേ, വൈകുന്നേരം ഇങ്ങോട്ട് എല്ലാ ദിവസവും അടിച്ചു വരാൻ വരുന്നുണ്ട്. എല്ലാ ദിവസവും ആൾക്കാരില്ലേ ഇവിടെ നിൽക്കാറുണ്ട്. ഒരു ദിവസം നമ്മൾ എല്ലാവരും വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടതല്ലേ. ഈ അമ്മച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മോൻ എന്താ തോന്നുന്നത്? നല്ല കാര്യമാണ് അല്ലേ. നമ്മുടെ നാടൊക്കെ ഒരു മാലിന്യം ഇല്ലാണ്ട് വൃത്തിയായിരിക്കുക. അപ്പോൾ കൊച്ചു കുട്ടികൾ വരെ ഇതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ശാന്തമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും ഏജനറ്റ് നേരുകയാണ്. ഇവിടുത്തെ നാട്ടുകാരും മെമ്പർമാർ ഉൾപ്പെടെ എല്ലാവരും വളരെ സന്തോഷത്തിലാണുള്ളത്. പതിവ് തെറ്റിക്കാതെ ഈ പ്രാവശ്യവും നമ്മുടെ ശാന്തമ്മ നമ്മുടെ പേരട്ടയിലെത്തി ഇവിടുത്തെ ടൗണുകളൊക്കെ 4 ദിവസം 5 ദിവസം കൊണ്ട് മുഴുവനായി വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശാന്തമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും ഏജനറ്റ് ന്യൂസ് നേരുകയാണ്. ക്യാമറമാൻ രാഹുൽ കല്ലുവിനോടൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്.
ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ. നേടാം 25% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ. കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ. ജെൻസ് ടീഷർട്ട് 3 എണ്ണം 299 രൂപ മാത്രം. ബോയ്സ് ടീഷർട്ട് 3 എണ്ണം 299 രൂപ. ക്രോപ്പ് ടോപ്പ് 3 പീസ് 399 രൂപ. ഗേൾസ് ടീഷർട്ട് 3 എണ്ണം 299 മാത്രം. ലേഡീസ് പല്ലാസോ 3 എണ്ണം 299 രൂപ. ബ്ലാങ്കറ്റ് 3 പീസ് 299 രൂപ. ഫാമിലി ബെഡ്ഷീറ്റ് 3 പീസ് പ്ലസ് 6 പില്ലോ കവർ 499 രൂപ. ലേഡീസ് കുർത്തീസ് 199 രൂപ മാത്രം. ലേഡീസ് 2 പീസ് സെറ്റ് 299 രൂപ. ചുരിദാറുകൾ 399 രൂപ. നൈറ്റികൾ 149 രൂപ. ബോയ്സ് ഷോർട്ട് 39 രൂപ. ഗേൾസ് കോട്ട് സെറ്റ് 199 രൂപ. ഷിഫോൺ ആൻഡ് കോട്ടൺ സാരികൾ 199 രൂപ മാത്രം. ഫാൻസി സാരികൾ 299 രൂപ. ധോത്തികൾ 199 രൂപ മാത്രം. കാഷ്വൽ ഷർട്ടുകൾ 199 രൂപ. ട്രാക്ക് പാന്റുകൾ 149 രൂപ. കൂടാതെ മറ്റനേകം കോംബോ ഓഫറുകളും. ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.